Glorious Moments. പൂർവ്വപിതാവായ അബ്രഹാമിനെ എന്തുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്നത്? ആരാണ് വിശ്വാസികൾ? വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവരാണ് വിശ്വാസികൾ. കാരണം കർത്താവായ യേശുക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ടാണ് പുതിയ ഉടമ്പടി പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവായ യേശുക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ. അഹറോന്റെ ക്രമപ്രകാരമല്ല കർത്താവായ യേശുക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അങ്ങനെയായിരുന്നെങ്കിൽ കോലാട്ടുകൊറ്റനെയോ കുറുപ്രാവിനെയോ ഒക്കെ അറുത്തു വേണമായിരുന്നു കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുവാൻ. എന്നാൽ തികച്ചും രക്തരഹിതമായ മൽക്കീസദേക്കിന്റെ ബലിമാതൃകയിലാണ് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അബ്രഹാം പിതാവിനെ മൽക്കീസദേക്ക് എതിരേൽക്കുന്നതായി നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. യുദ്ധം ജയിച്ച് വരുന്ന അബ്രഹാമിനെ അപ്പവും വീഞ്ഞുമായി മൽക്കീസദേക്ക് എന്ന പുരോഹിതൻ എതിരേൽക്കുന്നു. മൽക്കീസദേക്കിന്റെ വിശദീകരണം ശാലേം രാജാവും അത്യുന്നത ദൈവത്തിന്റെ പുരോഹിതനുമായ മൽക്കീസദേക്ക്. അദ്ദേഹം അബ്രഹാമിനെ എതിരേൽക്കുന്നത് ഒരു കോലാട്ടുകൊറ്റന്റെ കുറവുമായിട്ടോ യാഗമൃഗത്തിന്റെ മാംസം വേവിച്ചതുമായിട്ടോ ഉടൽ ചുട്ടതുമായിട്ടോ പശുവിന്റെ ഭസ്മവുമായിട്ടോ അല്ല, അപ്പവും വീഞ്ഞുമായിട്ടാണ്. അങ്ങനെയെങ്കിൽ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം കർത്താവായ ഈശോ മിശിഹ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ അതിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏതൊരു പുരോഹിതന്റെ ക്രമപ്രകാരം കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചുവോ അതേ പുരോഹിതനിൽ നിന്ന്, സാക്ഷാൽ മൽക്കീസദേക്കിൽ നിന്ന് വിശുദ്ധ കുർബാന ആദ്യമായി സ്വീകരിച്ച ആളാണ് അബ്രഹാം പിതാവ്. അതുകൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, യാക്കോബായ സഭയുടെ കുർബാന അവസാനിക്കുമ്പോൾ ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, പരിശുദ്ധ മാമോദിസയുടെ റൂഷ്മായാൽ മുദ്ര കുത്തപ്പെട്ടവരെ എന്നിങ്ങനെയൊക്കെയുള്ള ബെനഡിക്ഷൻസ് നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് മാമോദിസയുടെ റൂഷ്മ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആണ് മാമോദിസ. അതാണ് മാമോദിസയുടെ റൂഷ്മ. മാമോദിസയുടെ റൂഷ്മ ത്രിത്വമാണ്. അങ്ങനെയെങ്കിൽ അബ്രഹാമിന് മാമോദിസയുടെ റൂഷ്മ കിട്ടിയിരുന്നു. അബ്രാമേ, ഇന്നു മുതൽ നിന്റെ പേര് അബ്രഹാം എന്ന് അറിയപ്പെടും. എന്താണത്? അബ്രഹാം എന്ന ആ പേര് വിഗ്രഹിച്ചാൽ, പിരിച്ചെഴുതിയാൽ അത് 3 വാക്കുകളാണ്. അബ്, ബ്രോ, റൂഹോ. അബ് എന്ന് പറഞ്ഞാൽ പിതാവ്, അബ്ബ എന്ന് പറഞ്ഞാൽ പിതാവ്. ബ്രോ എന്ന് പറഞ്ഞാൽ അത് പുത്രൻ. റൂഹോ എന്ന് പറഞ്ഞാൽ അത് ആത്മാവ്. പിതാവും പുത്രനും ആത്മാവും ചേരുന്നതാണ് അബ് ബ്രോ റൂഹോ. അപ്പൊ അബ് ബ്രോ റൂഹോ എന്ന തൃത്വത്തിന്റെ മുദ്ര നാമകരണത്തിലൂടെ അബ്രഹാമിന് കിട്ടി. അപ്പൊ അബ്രഹാം എന്തുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം സാക്ഷാൽ മൽക്കീസദേക്കിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും അദ്ദേഹത്തിന് ദൈവത്താൽ അബ് ബ്രോ റൂഹോ എന്ന തൃത്വമുദ്ര നാമകരണത്തിൽ ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കിനി ധൈര്യമായിട്ട് പറയാം, എല്ലാ തൃത്വവിശ്വാസികളായ ക്രൈസ്തവരുടെയും വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്ന, അനുഭവിക്കുന്ന ക്രൈസ്തവരുടെയും പിതാവാണ് അബ്രഹാം. ഐ എം സോറി ടു സേ, തൃത്വവിരോധികളായ പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കാത്ത ക്രൈസ്തവരുടെ, അല്ലെ അങ്ങനെയുള്ള ക്രൈസ്തവരെന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകളുടെ പിതാവല്ല അബ്രഹാം. വീണ്ടും ഞാൻ പറയാം, തൃത്വവിരോധികളായ നമ്മുടെ മുസ്ലിം സഹോദരന്മാരൊക്കെ അവരുടെ പിതാവാണ് അബ്രഹാം എന്നൊക്കെ പറയുന്നുണ്ട്. അവരോടും പറയേണ്ടത് ഇതാണ്, സോറി ടു സേ, അബ്രഹാം എന്ന ആരാണ്? തൃത്വത്തിന്റെ മുദ്ര ദൈവത്താൽ ലഭിച്ച, അതാണ് അബ് ബ്രോ റൂഹോ. അതുകൊണ്ട് നമ്മൾ യാക്കോബായ സഭയുടെ ഈ ധൂപക്കുറ്റി വാഴുവിലൊക്കെ നമ്മൾ അത് കേൾക്കാം, ബ്രോ അബ് റൂഹോ എന്നുള്ള പദം. അപ്പൊ അബ് ബ്രോ റൂഹോ ഓർക്കുക, തൃത്വത്തിന്റെ മുദ്രയാണ്. ഗ്ലോറിയസ് മൊമെന്റ്സ് കണ്ടതിന് നന്ദി.